ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രീം ഉണ്ടാക്കുന്നത് വീഡിയോ ആണ്. നൈറ്റ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത നിങ്ങളുടെ മുഖത്തുള്ള ചുളിവുകൾ മാറാനും നല്ല നിറവും വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു ക്രീമാണിത്. ചിലർക്ക് ഉണ്ടാവും മുഖത്ത് എവിടെങ്ങളിലായിട്ടുള്ള കറുത്ത പാടുകളെല്ലാം അതെല്ലാം മാറി സ്കിന്ന് നല്ല ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ക്രീമാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി 4 ടേബിൾ സ്പൂണോളം എടുക്കുക കേട്ടോ. ഈ 4 ടേബിൾ സ്പൂണ് പച്ചരി നമ്മൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അതായത് ഒരു പ്രാവശ്യം മാത്രം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരു പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. അതിലെന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പറയുന്നത്. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴുകി ആ വെള്ളം റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം, ഒരു കപ്പ് എന്നല്ലെങ്കിൽ ഈ ഒരു അരി മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു റൈസ് വാട്ടർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ റൈസ് വാട്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കക്കിരിക്കയാണ് കേട്ടോ. ഞാൻ കക്കിരിക്ക എന്ന് പറയുന്നത് പലരും കത്രിക്ക എന്നാണ് കേൾക്കുന്നത്. കത്രിക്കയല്ല, കക്കിരിക്ക, കുക്കുംബർ എന്ന് പറയൂ. അപ്പോൾ ഇതിൽ മുന്നേ ഞാൻ ഈ കക്കിരിക്ക വെച്ചിട്ട് ചെയ്തൊരു ഫേസ് പാക്കിന് അതേപോലെ തന്നെ ഫേസ് ക്രീമിനെല്ലാം ഒരുപാട് പേര് കത്രിക്കയാണോ അത് കത്രിക്കയല്ലാലോ എന്നുള്ള ഒരുപാട് കമൻസ് ഇട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കത്രിക്ക എന്നല്ല, കക്കിരിക്ക എന്നാണ് പറയുന്നത്. സാലഡിലുള്ള കക്കിരിക്കയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിൻ്റെ ഒരു പകുതി മാത്രമാണ് ഞാൻ എടുത്തത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ സ്ക്രാപ്പ് ചെയ്യുന്ന സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് നമുക്ക് അരിപ്പയിലൂടെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് നീര് മാത്രം മതി. ഇനി ആ കുക്കുംബർ ജ്യൂസിലേക്ക് നമ്മൾ ഈ റൈസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് വാട്ടർ ഒരു 2 ടേബിൾ സ്പൂണോളം റൈസ് വാട്ടർ മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതാ ആ കുക്കുംബർ ജ്യൂസിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം റൈസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്പ് എല്ലാം ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരുടെ വീട്ടിലും പച്ചരിയെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കുക്കുംബർ ജ്യൂസും അതേപോലെ തന്നെ റൈസ് വാട്ടറും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ സെയിം അളവിനല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കിതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ചിലർ അധിക ക്രീംസും ഉണ്ടാക്കുന്നേരം പറയുന്ന കേൾക്കാറുണ്ട്, നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ടൈറ്റായി വരുന്നില്ല. അത് ടൈറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ലിക്വിഡ്സിനനുസരിച്ചിട്ടുള്ള അലോവേര ജെല്ല് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എല്ലാം ബീറ്റ് ചെയ്തിട്ടും ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അലോവേര ജെല്ല് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഈ ക്രീം പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു 8 മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. 8 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ആ ഒരു ലിക്വിഡും ഇട്ടിരിക്കുന്ന അലോവേര ജെല്ലിൻ്റെയും ആ ഒരു അളവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം ഏതൊരു പരുവത്തിലാണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഇതിലും ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ല് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അലോവേര ജെല്ല് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടിയും കൂടും. അപ്പോൾ ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ഒരു 5 ദിവസത്തിനുള്ള ക്രീം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. ഇല്ലയെന്നാണെങ്കിൽ പുറത്ത് തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളെല്ലാം ഇട്ടതുകൊണ്ട് പുറത്ത് തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ദിവസവും രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കിടക്കുക. ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തിനല്ലോ, ഒരു 7 ദിവസത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുക. ഒരാഴ്ച പിന്നെ ഉണ്ടാക്കേണ്ട പണിയില്ലല്ലോ. അപ്പോൾ ഫേസ് നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ സാധാരണ നമ്മൾ ക്രീം പുരട്ടുന്നത് പോലെ പുരട്ടിയിട്ട് കിടന്നാൽ മാത്രം മതി. ദിവസവും നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണിനടിയിൽ നിങ്ങൾക്കിത് തേക്കാം, കണ്ണിനടിയിലുള്ള കറുപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുക്കുംബർ ക്രീം ഉണ്ടാക്കിയിട്ട് തേച്ചതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.